എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനയും നയനയും കൂടെ ആ കാവിലേക്ക് വരുവാണ്. അങ്ങനെ കാവിൽ വന്നതിന് ശേഷം പൂജാരി പറഞ്ഞതുപോലെ ദേവേനി ആരതി എടുത്തിട്ട് നയനെ 3 തവണ ഒഴിയുവാണ്. അങ്ങനെ ഒഴിയണ സമയത്താണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. കനക ഈ കാഴ്ച കണ്ടു. ഇതെന്താ ഇങ്ങനെ? ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ല. തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു കനക കണ്ടത്. ഒരു നിമിഷം കനക ഒന്നുകൂടെ നോക്കി. അതെ, ദേവേനയും നയനയും തന്നെയാ. തന്റെ മോള് തന്നെയല്ലേ അത്? അവൾക്ക് ആരതി ഒഴിയുന്നോ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഒരുപക്ഷെ അവര് തമ്മിൽ കൂട്ടായിട്ടുണ്ടോ? അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നയനമോള് പറയേണ്ടതാണല്ലോ. നയനമോളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് ഭയങ്കര ടെൻഷൻ. പിന്നീട് കനക അവിടെ കാത്തിരുന്നു. പിന്നെ അതിനുശേഷം പൂജകളും വഴിപാടുകളും എല്ലാം കഴിച്ചതിന് ശേഷം പ്രാർത്ഥനയും കഴിഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്തിട്ടാണ് ദേവേനയും നയനയും കൂടെ അവിടുന്ന് മടങ്ങാൻ തുടങ്ങണേ. ഈ സമയത്ത് കനക അങ്ങോട്ടേക്ക് മാറുന്നു. അവരങ്ങോട്ട് പോയ ഉടനെ നേരെ തിരുമേനിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. തിരുമേനിയുടെ അടുത്ത് എന്നിട്ട് കനക ചോദിച്ചു, അല്ല ഇപ്പോഴാ പോയവര് അത് അമ്മയും മരുമോളും അല്ലേന്ന് ചോദിക്കാം. അതെ, അവരമ്മയും മരുമോളും ആന്ന് പറയാണ്. ഇത് കേട്ടെന്ന് ചോദിച്ചു, അല്ല ആ മരുമോൾക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയോ ഒഴിയുന്ന കണ്ടല്ലോ എന്ന് പറയാം. അതോ അത് ആ കുട്ടിക്ക് നല്ലത് വരാൻ വേണ്ടിട്ടാന്ന് പറയണേ. അവര് തമ്മിൽ ശത്രുത കഴിഞ്ഞതാണല്ലോ തിരുമേനി, അങ്ങനെ വരാൻ വഴിയില്ലോ എന്ന് പറയാം. ഇനിയിപ്പോ എന്തേലും മരുമോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവള് നശിച്ചു പോകണമെന്ന് കരുതി എന്തേലും പൂജകൾ എന്തേലും ചെയ്യിച്ചാണോന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ. അവര് മരുമോൾക്ക് നല്ലത് വേണ്ടിയിട്ട് ചെയ്താന്ന് പറയണ. പ്രായച്ചിത്ത പൂജ ചെയ്തേന്ന് പറയണം. മരുമോളോട് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകളോ കാര്യങ്ങളൊക്കെയാ അവർ ചെയ്തേന്ന് പറയാം. അത് കേട്ടതും കനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, താൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നയനയും ദേവേനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, അവരടുപ്പത്തിലാണ് താനും. പിന്നീട് തിരുമേനി പറഞ്ഞു, ഇനിയിപ്പം അവർ തമ്മിൽ അകലാനൊന്നും പോകുന്നില്ല. അവരെ തമ്മിൽ വേർപിരിക്കാനായിട്ട് ഒരു ശക്തിക്ക് സാധ്യമാവില്ലെന്ന് പറയണം. ഇതോടെ കേട്ട് ഇനിയിപ്പം കനയ്ക്ക് അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. കാരണം ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. തിരുമേനിയും കൂടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നീട് കനക അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേനും ദേവേനയും നയനയും കൂടെ കാറിലേക്ക് കയറുവാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരൻ്റെ പറഞ്ഞു, അതെ ആ കാറിന്റെ പുറകെ വിട്ടോളാൻ പറയണം. അങ്ങനെ ദേവേനയും നയനയും പോകുന്ന കാറിന്റെ പുറകെ കനകയും പോവാണ്. അങ്ങനെ പിന്തുടർന്ന് പോയി. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തിനും പൂവൊക്കെ ഉള്ളൊരു കടയുണ്ട്. അപ്പൊ പൂക്കടയിലേക്ക് കയറിയിട്ട് ദേവേനി പൂ മേടിക്കുവാണ്. പൂ മേടിച്ചിട്ട് നയനോട് പറഞ്ഞു, ഇതേ മോളക്കുള്ള പൂവാന്ന് പറയണ, ഇങ്ങോട്ടാ അമ്മ വെച്ച് തരാന്ന് പറയണ. അങ്ങനെ നയനയുടെ തലയിലേക്ക് പൂജ ഒടിച്ചു കൊടുക്കണം. ഈ കാഴ്ച കണ്ടുകൊണ്ട് കനക മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കനയ്ക്ക് ഇപ്പൊ ഒന്നുകൂടെ ഉറപ്പായി. അപ്പൊ എല്ലാരും കൂടെ രണ്ടുപേരും കൂടെ വളരെ തന്ത്രപരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക. അമ്മായിമ്മയും മരുമോളും കൂടെ ചേർന്നിട്ട് ഒത്തുകളിയാ. ആഹാ, അങ്ങനെയാണ് ഇത് പൊളിച്ചടുക്കിയിട്ട് തന്നെ കാര്യം. പിന്നീട് അവരെങ്ങനെ പോയി നോക്കി നിന്നു. അതിനുശേഷം കനക വീട്ടിലേക്ക് വരുവാണ്. കനയ്ക്ക് ആരുടെയും പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറയണ്ട, തലക്കാലത്തേക്ക് ഇത് മൂടി വെക്കാം. അതിന് സമയം കിട്ടുമ്പോൾ പറയാം. ഇത് അധിക നാളിങ്ങനെ ഇവര് കൊണ്ടുപോകത്തില്ല. അതിനു മുമ്പ് തന്നെ കള്ളത്തിലൊക്കെ വെളിപ്പെടും എന്നൊരു കാര്യം കനയ്ക്ക് മനസ്സിലാവാണ്. പിന്നീട് നയനയോട് ദേവേനി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് വാ, അമ്മയുടെ കയ്യില് പൈസയെ കൊണ്ടേ കൊടുത്തിട്ട് ആദ്യം കിട്ടിയ ശമ്പളം അല്ലേ എന്ന് പറയാണ്. ഇത് കേട്ട നയന പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞു, മോള് ധൈര്യമായിട്ട് കൊണ്ടേ കൊടുത്തിട്ട് പോരെ. ഒരു കാര്യം ചെയ്യാം, മോള് കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകാന്ന് പറയാം. ഇനിയിപ്പം ആദർശനോട് പറഞ്ഞില്ലേ മോള് വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ, പർച്ചേസിങ്ങിന് പോയി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഇനിയിപ്പം അമ്മേനെ കണ്ടില്ലെങ്കിൽ അത് വിഷയമാവത്തില്ലേ, മോള് പോയി കണ്ടിട്ട് വരാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, നയന വീട്ടിലേക്ക് പോവാ. ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കനക അവിടെ ഉണ്ടായിരുന്നു. നയനെ കണ്ടപ്പോഴും ചോദിച്ചു, ആഹാ നയനമോള് കയറി വരാൻ പറയാണ്. മുമ്പേ ക്ഷേത്രത്തിൽ വെച്ച കണ്ട കാര്യമൊന്നും ഭാവിച്ചു പോലും ഇല്ല കനക. പിന്നീട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെന്ന് ചോദിക്കാം. നല്ല സുഖ, വിശേഷങ്ങളൊന്നും ഇല്ലാന്നൊക്കെ പറയണ. ആദർശമോനം കമ്പനിയിലായിരിക്കുമല്ലേ? അതെ, ഞാൻ ആദർശനോട് പറഞ്ഞിട്ട് പോന്ന. പിന്നെ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയമ്മേ, അത് തരാൻ വന്നാന്ന് പറയണ. ഇത് കേട്ടതും കനക പറഞ്ഞു, ശമ്പളം തരാനോ? എന്റെ കയ്യിലാ? എന്റെ കയ്യിൽ തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് അറിയാം. ഇത് അമ്മയുടെ കയ്യിലാ തരണ്ടേന്ന് പറയും. എന്റെ കയ്യിലല്ല, ഇത് കൊണ്ടേ കൊടുക്കേണ്ട ആരുടെ കയ്യിലാണെന്നറിയോ? മോളുടെ അമ്മായിമ്മയുടെ കയ്യിലാന്ന് പറയും. എന്റെ അമ്മായിമ്മയുടെ കയ്യിലാ? അതെ. അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്, അമ്മ ചിലപ്പോൾ വാങ്ങിക്കത്തൊന്നുമില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. കനക പറഞ്ഞു, ഒന്ന് കൊണ്ടേ കൊടുത്തു നോക്ക, വാങ്ങിക്കുമല്ലെന്ന് അപ്പ അറിയാലോ എന്ന് പറയണം. അല്ല അമ്മായിമ്മയുടെ ദേഷ്യമൊക്കെ മാറിയ മോളെ, വല്ല മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, അങ്ങനൊക്കെ തന്നെയാണ്, ഇപ്പോഴും അതുപോലെ തന്നെയാ. പിന്നെ ആദർശനെ പേടിച്ചിട്ടാന്ന് തോന്നേ എന്നോട് ഇത്ര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയാം. കനക പറഞ്ഞു, എന്ത് ചെയ്യാനാ മോള്, ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ, അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനിക്കുള്ളിലൊരു വിഷമമൊക്കെ തോന്നി. തന്റെ പെറ്റമ്മയോടാണ് കള്ളത്തരം പറയണേ, പക്ഷെ ഇവിടെ കള്ളത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട്
കനക പറഞ്ഞു മോള് ആ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറയണ. വേണ്ടമ്മേ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയണ. പിന്നെ അച്ഛൻ എന്തേന്ന് ചോദിക്കാം. അച്ഛനാണെ കടയിലേക്ക് പോയേക്കോ മോളെന്ന് പറയണ. പിന്നെ നന്ദുവിന് വയ്യാത്തോണ്ട് നന്ദുവിനെ കാണാൻ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പറഞ്ഞു എന്നാ ശരി ഞാൻ പോട്ടെ അമ്മേന്ന് ചോദിക്കുകയാണ്. എന്നാ ശരി മോള് പോയിട്ട് വരാൻ പറയണ. അങ്ങനെ നയനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും കനക പറഞ്ഞു അമ്പടി കള്ളി, നീ ഈ അമ്മേനെ പറ്റിക്കാൻ പോന്ന്. ഒന്നുമല്ലാലും നിന്റെ പെറ്റമ്മയല്ല ഞാന്. നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകത്തില്ലേ? എനിക്ക് എല്ലാ കള്ളക്കളികളും മനസ്സിലായി. കണ്ടോ ഇത് പൊളിച്ചടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ കനക മനസ്സിൽ പറയാണ്. ആ സമയം രേവതിയും അനാമികയും വേണുവും കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോരാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം അനാമികയ്ക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ സമയം രേവതി പറഞ്ഞു മോളെ അറിയാലോ ഒത്തിരി വലിയ പൈസയുടെ ഒന്നും എടുക്കണ്ട, അച്ഛൻ്റെ കയ്യിലാണ് പണവും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടത് അനാമിക പറഞ്ഞു അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. വേണു പറഞ്ഞു അതെ സൂക്ഷിച്ചു വെക്കണം പൈസയൊക്കെ, എപ്പോഴും ഏത് നേരം ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. അറിയാലോ നമ്മുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. നീ എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ നോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും നിൽക്കത്തില്ല എന്ന് പറയാം. ഇപ്പൊ തന്നെ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഓരോരുത്തർ വന്ന് പൈസ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് മാറ്റി വിട്ടുകൊണ്ടിരിക്കുക. ഇനി എങ്ങാനും അനന്തപുരിയിലുള്ളവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെയില്ല. തലേ മുണ്ടിട്ടോണ്ടിറങ്ങി ഓടിയാൽ മതി. അത് മാത്രമാണോ? കടക്കാരെങ്ങാനും ഒരു പക്ഷേങ്കിൽ ഇവിടെ കിട്ടാതെ ഇനിയിപ്പോൾ അങ്ങോട്ടെങ്ങാനും കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് മോളെ നീ നാണം കെടുമെന്ന് പറയാം. അനാമി പറഞ്ഞു അച്ഛാ അങ്ങനെ എന്തേലും ഉണ്ടോ അറിയാലോ. ഇപ്പൊ തന്നെ ഞാൻ അവിടെ നിൽക്കുന്ന എങ്ങനെയെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോന്നാൽ മതി. എനിക്കവിടെ നിൽക്കക്കള്ളിയൊന്നും ഇല്ലാന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് പോയി നിൽക്കാൻ പോലും തോന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ള അടിച്ചു മാറ്റിക്കൊണ്ട് പോന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇതും കൂടെ. എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. മോള് വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാകും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അനീനെ കയ്യിലെടുക്കുന്ന കാര്യമല്ലേ, അതിനൊക്കെ ഒരു പോംവഴിയൊക്കെ പറഞ്ഞുതരാമെന്ന് പറയണം. പിന്നീട് പറഞ്ഞു ശരി ബാ നമുക്കൊന്ന് പുറത്തുനിന്ന് ഫുഡും കഴിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് മൂന്നുപേരും കൂടെ പോവാണ്. ആ സമയത്ത് നൈന എന്ത് ചെയ്യാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ ദേവേന് പറഞ്ഞു അതേ മോള് കഴിച്ചൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിക്കണം. ഇല്ല കഴിച്ചില്ലമ്മേ, അന്ന് നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാന്ന് പറയണേ. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് ദേവേനി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ പോയി നയനയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ദേവേനും കഴിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ് ദേവേനി. പിന്നീട് ദേവേനി പറഞ്ഞു ഒരു പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ രണ്ടും സ്നേഹത്തിലാണ്. അങ്ങനെയായിരുന്നു എന്ത് രസമായിരുന്നല്ലേ, ഇങ്ങനെ നമുക്ക് ഈ ഒളിച്ചുകളിയുടെ ആവശ്യം വരത്തില്ലായിരുന്നല്ലോ അല്ലേന്ന് പറയാണ്. ഇത് കേട്ടതും നയന പറഞ്ഞു അത് ശരിയാമേ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴമ്മ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഈ കാര്യം വേണം ഇപ്പൊ പറയാന്ന് പറയാം. അത് വേണ്ട, അത് ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താ? അത് വേണ്ടാന്ന് പറയണ. ദേവേനിക്ക് ഇപ്പോഴറിയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. കുറച്ച് കളിയും കൂടെ കളിക്കാനുണ്ട്, അതൊക്കെ ശേഷം മതി ആൾക്കാരെല്ലാം അറിയണേ. അങ്ങനെയൊക്കെ ദേവേനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേവേനി പറഞ്ഞു ഇനിയിപ്പം നിന്റെ ചേച്ചിനെ അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലേ 7ാം മാസ ചടങ്ങിന്. അതിന് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതെന്ന് നിൽക്കും. ഡ്രസ്സുകളൊക്കെ എടുക്കണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നിന്റെ ചേച്ചിക്ക് നല്ലൊരു സാരി എടുക്കാം, മോൾക്കും ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അമ്മ വാങ്ങിത്തരാന്ന് പറയണ സാരിയൊക്കെ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു വേണ്ടമ്മേ, എനിക്ക് ആവശ്യത്തിന് മിച്ചം സാരിയൊക്കെ ഉണ്ട്, പോരാത്തന്നെ ആദർശാണ് എടുത്തു തരുന്നുണ്ടെന്നും പറയണേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യെ പിടിച്ചോണ്ട് പോകണം. പിന്നീട് നേരെ ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഇന്ന് കയറുവാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നയനോട് പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറയണേ. അതൊന്നും വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നയനയ്ക്ക് വേണ്ടിയിട്ട് ദേവേനി 2-3 സാരിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ദേവേനിക്ക് വേണ്ടി നയനെ എടുത്തു. കാരണം ആദ്യം ശമ്പളം കിട്ടിയേക്കൂട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ. പിന്നീട് ദേവേനി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, വീട്ടിലാ പൈസ മേടിച്ചില്ലല്ലോ അമ്മ, മോൾ അവർക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറയണം. അങ്ങനെ വീട്ടിലേക്കുള്ള ഡ്രസ്സ് എടുത്തു. അതോടൊപ്പം തന്നെ ആദർശനുള്ള എടുത്തു. അതിനുശേഷം നവ്യക്കുള്ള സാരി എടുക്കാൻ പറയണം. അങ്ങനെ നവ്യക്ക് ഒരുമാതിരി നല്ല സാരി തന്നെ എടുക്കുകയാണ്. 7ാം മാസ ചടങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരി. അഭി എന്താളും വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്ന് അറിയാം. അപ്പൊ ഇവരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ, നയനയ്ക്ക് നയനയുടെ വീതമായിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ നല്ലൊരു സാരി തന്നെ എടുക്കുകയാണ്. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നീട് ദേവേനി പറഞ്ഞു ബില്ലൊക്കെ ഞാൻ അടയ്ക്കാന്ന് പറയണേ. വേണ്ടമ്മേ, എൻ്റെ ഈ പൈസ ഉണ്ട് ഞാൻ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് അനാമികയും വേണും രേവതിയും കൂടെ കയറി വരുന്നത്. നയന അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങ് തിരിഞ്ഞു നോക്കിയുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നത്. അനാമികയൊക്കെ കൂടെ വരുന്നത്. വേണുവും രേവതിയും നയനെ കണ്ടില്ല, പക്ഷെ അനാമിക കണ്ടു. അനാമിക നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വല്യമ്മേ നയനയും കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അത് സാരിയൊക്കെ സെലക്ട് ചെയ്തെല്ലാം മേടിച്ചോണ്ടിരിക്കുക. ഒരു നിമിഷം അനാമിക ഒന്ന് ഞെട്ടി. ആ സമയം അതിനേക്കാളും ഞെട്ടലായിരുന്നു നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ദേവേനിയെ തോണ്ടുവാണ്. അമ്മയെ തങ്ങ് നോക്കാൻ പറയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവരെ കണ്ടു. ദേവേനിക്ക് മനസ്സിലായി പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാണ്. ആ സമയം നയന
നോക്കി അവൾ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് വേണുവിനെയും രേവതിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഈ കാഴ്ച. ഇനിയിപ്പോ എന്ത് കള്ളത്തരം പറയണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ്. അനാമികയല്ല നയനയും ദേവേനെയൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. ഒരു പക്ഷെ നാളെ ഇനിയിപ്പം സത്യങ്ങളൊക്കെ പുറത്തു വരുമോന്ന് അറിയത്തില്ല. അമ്മായിമ്മ വരുമ്പോൾ സ്നേഹത്തിലാന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അനാമയ്ക്ക് അത് വമ്പ പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോ അനാമയുടെ സംശയം അങ്ങനെ ശരിയാന്ന് അവൾക്ക് തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.